നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പന്നിയോട് വർണ്ണക്കൂടാരത്തിനകത്താണ്. ഇവിടെ മനോഹരമായി പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. നല്ലൊരു ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടിയുള്ള വർണ്ണക്കൂടാരം എന്ന പദ്ധതി അരുവിക്കര മണ്ഡലത്തിൽ അനുവദിച്ച 25 വർണ്ണക്കൂടാരങ്ങളിൽ ഒന്നായ ഗവൺമെന്റ് LPS പന്നിയോടിലെ വർണ്ണക്കൂടാരത്തിൻ്റെ മനോഹരമായിട്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ എല്ലാവരുമായി നിർവഹിച്ചു. അതിനോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ പന്നിയോട് സ്കൂളിന്റെ വർണ്ണക്കൂടാരം. 10 ലക്ഷം രൂപ പൊതുവിദ്യാഭ്യാസ വകുപ്പ് SSKയും ചേർന്ന് നിർവഹിച്ചുകൊണ്ട് 10 ലക്ഷം രൂപയാണ് മുതൽ മുടക്കെങ്കിലും ടീച്ചർമാരും അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള മനുഷ്യാധ്വാനം എല്ലാം കൊണ്ട് ഏകദേശം 12 ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന അതിലേറെ മനോഹരമായിട്ടുള്ള മനുഷ്യാധ്വാനത്തിന്റെ എല്ലാ ശേഷിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു വർണ്ണക്കൂടാരമാണ് ഈ ഏറ്റവും മനോഹരമായ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഹെലികോപ്റ്റർ. ഒന്ന് കയറാനോ ഒന്ന് തൊടാനോ ആഗ്രഹിക്കുന്ന ഹെലികോപ്റ്റർ നമ്മുടെ സ്കൂളിന് ഇനി മുതൽ സ്വന്തമാണ്. കുഞ്ഞുങ്ങൾ നേരെ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ ഹെലികോപ്റ്ററിൽ കയറുന്നത് കണ്ടത്. അതുപോലെ തന്നെ കളിയിടങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് നിർലോഭമായി വളരെ ധൈര്യമായി കയറി കളിക്കാനും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഇടങ്ങൾ. അതുപോലെ കുടിൽ, അതുപോലെ തന്നെ മറ്റ് പാർക്ക് ഏരിയകൾ എല്ലാം ഇങ്ങനെ അതിമനോഹരമായി. അതുപോലെ തന്നെ ഒരു ആന, വളരെ ഭംഗിയായിട്ടൊരു ആനയുടെ ശില്പം, അത് തന്നെ 1 ലക്ഷക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന ആനയുടെ ശില്പമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു LP സ്കൂളാണെന്ന് പോലും പറയാൻ കഴിയില്ല. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കായി, ഒരു വലിയ ഉദ്യാനമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ 13 ഇടങ്ങൾ ഉണ്ട്, കുഞ്ഞിനങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ. അതുകൊണ്ട് ധൈര്യമായി പന്നിയോട് ഗവൺമെന്റ് LPSലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാം. കുഞ്ഞുങ്ങൾ ഉല്ലാസിച്ച് മനസ്സ് തുറന്ന് സന്തോഷിച്ച് ആഹ്ലാദത്തോടു കൂടി അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് തന്നെ ആവുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും കുഞ്ഞുങ്ങളെ പന്നിയോട് LPSലേക്ക് ധൈര്യസമേതം അയക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
വിനോദാണ്. ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമം പോയി സന്തോഷമായി. കാരണം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഇത്രയും വലുതായിട്ടുള്ള ഈ ഗ്രൗണ്ടൊക്കെ ഇത്രയും നല്ല സന്തോഷത്തോടെ വീട്ടുകാരോട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പോർട്സുകളൊന്നും ഇവിടെ സ്കൂളിലില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പിള്ളേർക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാനും പഠിക്കാനും കൂടി കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഗവൺമെന്റ് LCS പന്നിയോട് ആണ് ഇപ്പോൾ നിൽക്കുന്നത് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനത്തിന്. എന്ത് പറയണമെന്നറിയില്ല. മൊത്തത്തില് സൂപ്പറാണെന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് തന്നെ ഇവിടത്തെ ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഐഡിയാസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നറിയില്ല. മറ്റു സ്കൂളുകളിൽ തന്നെ വ്യത്യസ്തമായിട്ട് മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്ത് കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് ഇവിടെ ഉള്ള ഇപ്പോ PKG 14 കുട്ടികളെ ഇപ്പോൾ ഉള്ളൂ. എന്തായാലും ഇത് പുറം ലോകത്തേക്ക് പുറത്തുള്ളവരെല്ലാവരും ഇത് കാണണം. നമ്മുടെ മക്കള് കളിച്ച് തന്നെ പഠിച്ച് വളരണം. അപ്പൊ അതിനുള്ള അവസരമാണ് ഈ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ അടുത്ത വർഷത്തില് ഇതിന്റെ 14 എന്നുള്ള 28 അല്ല അതിനു മേലിലേക്ക് അഡ്മിഷൻ എഴുതും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഹെലികോപ്റ്റർ കയറാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കയറണമെന്നുണ്ട്, പക്ഷെ നടക്കില്ല. വളരെ കുഞ്ഞാവണമെന്ന് ഇപ്പൊ ഒന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓരോ വർഷത്തിൽ ഞാൻ ആനയിൽ ഉണ്ടാക്കണം കുടുംബത്തിൽ താല്പര്യം. അങ്ങനെ ഞാൻ ആനയുണ്ട്. അപ്പൊ അതിൽ എല്ലാവരും കൂടെ എന്നെ തന്നെ വർണ്ണക്കൂടാരം എന്നുള്ളത് പിന്നെ ഞാൻ അത് പോയി ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. എന്റെ കഴിവ് ഞാനത് മെച്ചപ്പെടുന്നു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ട്. എല്ലാവർക്കും തൃപ്തിയായി എന്നുള്ള രീതിയിലാണ് പൊതുവെയുള്ള അഭിപ്രായം. എത്രയോ ഭംഗിയായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയ നല്ല വൃത്തിയായിട്ട് എന്താ പറയാ എല്ലാം കൊണ്ടും ഒരു ഹൈജീന് പിന്നെ ഒരു ഭംഗിയായിട്ട് ഒന്നും കൂടെ ഈ അധ്യാലയത്ത് വന്നിരുന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ തിരക്കും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നെങ്കിലും ഇവിടെ വന്നപ്പോ ഈ അന്തരീക്ഷമെല്ലാം കണ്ടപ്പോ ഒന്നും കൂടെ ക്ലാസ്സിൽ വന്നിരിക്കണം. ഇത്തരം അദ്ദേഹം കേട്ടൊക്കെ പഠിക്കണമെന്ന് തോന്നുന്നു. പണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയിട്ട് അടുത്ത് ജോലി എന്നൊക്കെ പോകാൻ നിന്നു. പക്ഷെ ഇപ്പം ചിന്തിക്കുന്നത് വീണ്ടും പഠിത്തത്തിലോട്ട് പോയാൽ അതിയായ സന്തോഷമുണ്ട്. പഴയ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹൈടെക് രീതി എന്നുള്ളത് മാറിയിട്ട് പഴയ നമ്മളെ വിദ്യാലയ സാങ്കല്പത്തിലോട്ട് വന്നിട്ടുണ്ട്. അത് വളരെ അതിയായ സന്തോഷമുണ്ട്. നല്ലൊരു അന്തരീക്ഷം. എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ ഞാൻ നന്ദി പറയും.